തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ശംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മലങ്കര കത്തോലിക്ക സഭ ഒരുക്കുന്ന വചനവർഷത്തോടനുബന്ധിച്ചുള്ള ദൈവവചന പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മളുടെ പഴയ നിയമത്തിൻ്റെ 44-ാമത്തെ എപ്പിസോഡാണ്. പഞ്ചഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ പ്രവാചക ഗ്രന്ഥങ്ങളും ഉൾപ്പെടുന്ന ആ വലിയ ഭാഗം 50 എപ്പിസോഡുകളിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് വരുന്ന ഭാഗം പിന്നീട് നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ചൊക്കെ കിട്ടുന്നതായിരിക്കും. 44-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഏതാനും ചില ഭാഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരികയാണ്. മൈനർ പ്രോഫറ്റ്സ് അല്ലെങ്കിൽ ചെറിയ പ്രവാചകന്മാരെ കുറിച്ചുള്ള അവരുടെ ദൈവശാസ്ത്രവും സാമൂഹ്യ പശ്ചാത്തലവും ഒക്കെയാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് ഹോഷയ, ആമോസ്, മിക്ക, നാഹും, അതുപോലെ തന്നെ സഫനിയ, ഹബക്കുക്ക് എന്നീ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. എന്നാൽ ബാക്കിയുള്ള പ്രവാചകന്മാരെ നമ്മൾ കാണുന്നില്ല എന്ന് പറയുന്നില്ല, മറിച്ച് അവരുടെ ദൈവശാസ്ത്രങ്ങളും അവർ എഴുതപ്പെട്ട വചനഭാഗത്തിൻ്റെ എഴുതപ്പെട്ട പാരമ്പര്യങ്ങളും ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പിന്നീട് നമ്മൾ ഏതെങ്കിലും സമയത്തൊക്കെ മറ്റു പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ചെറിയ പ്രവാചകന്മാരുടെ ഗണങ്ങളെ ഒന്ന് മുറിച്ചുകൊണ്ട് വലിയ പ്രവാചകന്മാരിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. പ്രധാനമായിട്ടും വലിയ പ്രവാചകന്മാരെന്ന വിശേഷണം, മേജർ പ്രോഫറ്റ്സ് എന്ന വിശേഷണം കൊടുത്തിരിക്കുന്നത് യേശയ്യ, ജെറമിയ, എസക്കിയേൽ, അതുപോലെ തന്നെ ദാനിയേൽ. ഈ 4 പ്രവാചകന്മാരെയാണ് വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. യേശയ്യ എന്തുകൊണ്ടാണ് ഇവരെ വലിയ പ്രവാചകന്മാരെന്ന് വിളിക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടുമല്ല, ഈ വചനഭാഗങ്ങളിൽ ഇവരുടെയൊക്കെ വചനഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഇവരെ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവാചക ഗ്രന്ഥങ്ങളിലെ അധ്യായങ്ങളുടെ എണ്ണം അനുസരിച്ചാണ്. ഏകദേശം 66 അധ്യായങ്ങൾ യേശയ്യ പ്രവാചകന് വരുമ്പോൾ 48 അധ്യായങ്ങളാണ് എസക്കിയേൽ പ്രവാചകന് കടന്നു വരിക. 52 അധ്യായങ്ങളാണ് ജെറമിയ പ്രവാചകനിലൂടെ കടന്നു വരിക. എന്നാൽ ദാനിയേലിൻ്റെ പുസ്തകം നമ്മൾ മനസ്സിലാക്കുന്നത് പ്രവാചകന്മാരുടെ പുസ്തകം എന്നതിനോടുകൂടി തന്നെ വേറൊരു പുസ്തകത്തിൻ്റെ ശൈലിയിലാണ് അതിനെ മനസ്സിലാക്കുക. അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ, പ്രൊഫറ്റിക് ലിറ്ററേച്ചർ എന്നതിന് പകരം ദാനിയേലിൻ്റെ പുസ്തകത്തെ അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന പേരിലാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അത് പ്രത്യേകമായിട്ട് നമുക്ക് പിന്നീട് മനസ്സിലാക്കാവുന്നതാണ്. എന്താണ് ഈ അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്? വെളിപാടിൻ്റെ ഒരു പുസ്തകമാണ്. പഴയ നിയമത്തിലെ വെളിപാട് ഗ്രന്ഥത്തെക്കുറിച്ചാണ്. ഗ്രന്ഥങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഈ അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചറായ ദാനിയേലിൻ്റെ പുസ്തകം. അതുകൊണ്ട് ദാനിയേലിൻ്റെ പുസ്തകത്തെ നമ്മൾ ആ സെഗ്മെൻറ്റിലാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് യേശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ്. എന്താണ് യേശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ കണ്ടന്റ്? അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എങ്ങനെയാണ്? പല വിശുദ്ധഗ്രന്ഥ പണ്ഡിതന്മാരും യേശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തെ പല കാലഘട്ടങ്ങളിലായിട്ട് വേർതിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രീ എക്സീലിക്, എക്സൈലിന് മുമ്പും, എക്സീലിക് പ്രവാസകാലത്തിന് സമയത്തും, പോസ്റ്റ് എക്സീലിക് പ്രവാസകാലത്തിന് ശേഷവുമായിട്ട് 3 ഭാഗങ്ങളായിട്ട് ഈ പുസ്തകത്തെ തിരിക്കുന്നവരുണ്ട്. എന്നാൽ 2 ഭാഗങ്ങളായിട്ട് ഈ പുസ്തകത്തെ മനസ്സിലാക്കുന്നവരുമുണ്ട്. പ്രീ എക്സീലിക് ആൻഡ് പോസ്റ്റ് എക്സീലിക്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്.
കാരണം ഇവര് ഈ സ്കോളേഴ്സ്, ഈ വ്യാഖ്യാതാക്കള് യെശയ്യാ പ്രവാചകനെ രണ്ടായിട്ട് തിരിക്കുമ്പോൾ, പ്രീ എക്സീരിക്കെന്നും പോസ്റ്റ് എക്സീരിക്കെന്നും തിരിക്കുമ്പോൾ, പ്രവാചകന്റെ പുസ്തകത്തിൽ കാണപ്പെടുന്ന ചരിത്ര പശ്ചാത്തലത്തെ ആധാരമാക്കിയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മിക്ക പ്രവാചകന്റെ പുസ്തകം പഠിച്ചപ്പോൾ ഹെസക്കിയ രാജാവിനെ കുറിച്ചും അസീറിയ രാജാവായ സെന്നാകരീബിനെ കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതേ ചരിത്രവും അതേ പശ്ചാത്തലവും തന്നെയാണ് യെശയ്യായുടെ 1 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ, അധ്യായങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. 1 മുതൽ 38 വരെയുള്ള അധ്യായങ്ങൾ. എന്നാൽ പ്രവാസകാലത്തും പ്രവാസാനന്തര കാലത്തും എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കുന്ന പുസ്തകമാണ്, ആ ചരിത്ര പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകമാണ് ഈ യെശയ്യാ പ്രവാചകന്റെ 40 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ. അതുകൊണ്ടാണ് ഈ പ്രീ എക്സീരിക്കെന്നും പോസ്റ്റ് എക്സീരിക്കെന്നും രണ്ടായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെ തിരിക്കുന്നത്. പോസ്റ്റ് എക്സീലിക് എന്ന് പറയുമ്പോൾ തന്നെ പ്രവാചകനായ യെശയ്യാ മാത്രമല്ല, മറിച്ച് എസക്കിയേലിന്റെ പുസ്തകത്തിന്റെ അവസാന ഭാഗവും പോസ്റ്റ് എക്സീലിക് എന്നുള്ള രീതിയിൽ പ്രവാസകാലത്തിന് ശേഷം നടക്കുന്ന സംഭവങ്ങൾ എന്ന രീതിയിലാണ് വിവരിക്കുക. ഹഗ്ഗായി, സക്കറിയ, മലാക്കി എന്നീ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും പ്രവാസകാലത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെയാണ്. ഇനി നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് മടങ്ങി വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നതും ഇപ്രകാരമാണ്. യെശയ്യാ പ്രവാചകന്റെ 1 മുതൽ 66 വരെയുള്ള അധ്യായങ്ങളെ ഒറ്റ ഒരു പുസ്തകമായിട്ടാണ് കരുതപ്പെടുന്നത്. അത് കാരണം മറ്റൊന്നുമല്ല, ഒരു വചനഭാഗത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അതിനെ നമ്മൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുക. യെശയ്യാ പ്രവാചകൻ 6-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം നമുക്കൊക്കെ ശ്രദ്ധേയമാണ്, അറിയാം. പ്രവാചകന് ദൈവമായ കർത്താവ് ദർശനം കൊടുക്കുന്ന രംഗമാണ് 6-ാം അധ്യായം. അതിൽ ദർശനത്തിന് ശേഷം പ്രവാചകനോട് ചോദിക്കുകയാണ്, ആരാണ് എനിക്ക് വേണ്ടി പോകുന്നത്, ആരെയാണ് ഞാൻ അയക്കുന്നത്? ഉടനെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ പോകാം, എന്നെ അയച്ചാലും. എന്നിട്ട് കർത്താവ് പറഞ്ഞു കൊടുക്കുന്ന രംഗമാണ് ഇവിടെ കിടന്നത്, എപ്പോൾ വരെയൊക്കെയാണ് നിന്റെ പ്രവാചക ദൗത്യം നിലനിൽക്കുന്നത്? രാജ്യങ്ങൾ ശൂന്യമാവുകയും നഗരങ്ങൾ ആൾപ്പാർപ്പില്ലാതെയും കിടക്കുന്നതുവരെ, നഗരം മുഴുവൻ വിജനമായി തീരുന്നതുവരെ, എല്ലാവരെയും കർത്താവ് ആ പ്രദേശത്ത് നിന്ന് ഓടിക്കുന്നത് വരെ, അത് വളരെയധികം ഭയങ്കരമായിട്ടുള്ള ശൂന്യത കടന്നു വരുന്നത് വരെ, അതിൽ ഒരു ഭാഗമെങ്കിലും അവശേഷിക്കും. ആ ഭാഗം തർപ്പൻ്റെയും വൃക്ഷമോ കരുവേലകമോ വെട്ടിയാൽ അതിൻ്റെ കുറ്റി നിലനിൽക്കുന്നത് പോലെ വിശുദ്ധ ബീജമായിട്ട് വളർന്നു വരും. വിശുദ്ധ ബീജമായിട്ട് വളർന്നു വരും. ഈ ഒരു വിശുദ്ധ ബീജത്തെക്കുറിച്ചുള്ള, ഹോളി സീഡിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റാണ് യഥാർത്ഥത്തിൽ യെശയ്യാ പ്രവാചകനെ ഒറ്റ പുസ്തകമാക്കി മാറ്റാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഹോളി സീഡ്, ഈ ഭജനഭാഗം 6-ാമത്തെ അധ്യായത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതന്മാർ മനസ്സിലാക്കി തരുന്നത്, ആ 6-ാമത്തെ അധ്യായം ഇസ്രായേലിന്റെ ചരിത്രത്തെ മുഴുവനെയും സൂചിപ്പിക്കുന്നതാണ്. അസീറിയക്കാർ ഇസ്രായേലിനെ നശിപ്പിക്കുന്നതും, തുടർന്ന് വരുന്ന ജൂദാദേശത്തെ, അവശേഷിക്കുന്ന 10-1 ഭാഗമായ ജൂദാദേശത്തെ ബാബിലോൺകാരെ നശിപ്പിക്കുന്നതും, ആ നാശത്തിലേക്ക് ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നതും, അവിടെ നിന്ന് പുഷ്ടി പ്രാപിക്കുന്ന, ആ ബാബിലോൺ പ്രവാസകാലത്ത് നിന്ന് പുഷ്ടി പ്രാപിക്കുന്ന ഒരു ജനത, റംനന്റ് അല്ലെങ്കിൽ അവശിഷ്ട ഭാഗം, ഒരു ഹോളി സീഡായിട്ട് വളരുന്നതും, വിശുദ്ധ ബീജമായിട്ട് ബാബിലോണിൽ നിപതിക്കുന്നതും, ആ വിശുദ്ധ ബീജം വളർന്ന് ഒരു പുതിയ ജനമായി ഇസ്രായേലിൽ രൂപപ്പെടുകയും ചെയ്യുന്നതിലൂടെ തിരിച്ചു വന്ന് വാഗ്ദാന ദേശത്തേക്ക് ഈ വിശുദ്ധ ബീജം പ്രവേശിക്കുന്നതിലൂടെ അതൊരു വിശുദ്ധ ജനമായിട്ട് രൂപാന്തരപ്പെടുന്നു. നമുക്കറിയാം, യെശയ്യായുടെ പുസ്തകം 62-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്: കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട
വിശുദ്ധ ജനമെന്ന് അവർ വിളിക്കപ്പെടും. അന്വേഷിക്കപ്പെടുന്നവൾ അപരിത്യക്ത നഗരമെന്ന് നീ വിളിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട വിശുദ്ധ ജനമെന്ന് നീ വിശേഷിപ്പിക്കപ്പെടും. ആരെക്കുറിച്ചാണ്? വാഗ്ദാന ദേശത്തേക്ക്, ബാബിലോൺ പ്രവാസകാലത്തിന് ശേഷം വാഗ്ദാന ദേശത്തേക്ക് തിരികെ എത്തുന്ന വിശുദ്ധ ബീജമായിട്ട് വളർന്നു വന്ന് തിരികെ വിശുദ്ധ ജനമായിട്ടെത്തുന്ന ഒരു സമൂഹത്തെയാണ്. അതുകൊണ്ട് ഈ യെശയ്യായുടെ പുസ്തകത്തെ ഒരു പുസ്തകമായിട്ട് നാം കാണുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതാണ്, ഒരു ജനത എങ്ങനെയാണ്, ജൂദാദേശം എങ്ങനെയാണ് ബാബിലോണിന്റെ പിടിയിലമർന്നെന്നും ആ പിടിയിലമർന്നു പോയ ജൂദാദേശത്തെ എങ്ങനെയാണ് ദൈവമായ കർത്താവ് രക്ഷിച്ച് വിശുദ്ധ ജനമാക്കി രൂപാന്തരപ്പെടുത്തി ജെറുസലേമിലേക്ക്, വിശുദ്ധ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ചരിത്രവും ദൈവശാസ്ത്രവും അടങ്ങിയിരിക്കുന്ന ഒരു പുസ്തകമാണ് യെശയ്യായുടെ പുസ്തകം. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ഒറ്റ പുസ്തകമെന്ന് വിശേഷിപ്പിക്കുന്നത്. രണ്ടാമതായി നമ്മൾ കാണുന്നത്, ഈ ഒരു പുസ്തകത്തിൻ്റെ യുണീക്നെസ് അല്ലെങ്കിൽ ഇതിൻ്റെ അനന്യത എന്ന് പറയുന്നത്, ഒറ്റ പുസ്തകമാകുമ്പോൾ അതിന് കിട്ടുന്ന മനോഹാരിത എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. യെശയ്യായുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. മിക്ക പ്രവാചകന്റെ പുസ്തകം വായിച്ചപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. കാരണം ജൂദാദേശത്തെക്കുറിച്ച് ദൈവമായ കർത്താവ് നിൽക്കുന്ന ഒരു അരുളപ്പാടാണിത്. ജൂദാദേശം എത്രമാത്രം ഭംഗിയുള്ളതായിട്ട് മാറും. എല്ലാവരാലും പരിത്യക്തപ്പെട്ട ജൂദാദേശം, ജെറുസലേം എന്ന് പറയുന്ന മല എല്ലാവരിലും, എല്ലാ മലകൾക്കും മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന മലയായിട്ട് മാറും. അവിടേക്ക് എല്ലാ ദേശങ്ങളും എല്ലാ നഗരങ്ങളും കടന്നു വരും. അവിടെ നിന്ന് സമാധാനം പുറപ്പെടും. നീതിയും നിയമവും അവിടെ നിന്ന് ജെറുസലേമിൽ നിന്ന് കടന്നു വരും എന്നിങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ജെറുസലേം ആകുന്ന ആ പുണ്യഭൂമിയിലേക്ക് എല്ലാവരെയും പ്രവേശിപ്പിക്കാനുള്ള ആഹ്വാനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. ഈ ആഹ്വാനത്തിന്റെ, ഈ എസ്കത്തലോജിക്കൽ പ്രോമിസിന്റെ ഒരു പുനരവതരണമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പരിസമാപ്തിയാണ് യഥാർത്ഥത്തിൽ 65-ാമത്തെ അധ്യായത്തിൻ്റെ 17 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്താണ് 65-ാമത്തെ അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ? ഈ ജെറുസലേം എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് കടന്നു വരുന്ന ഇസ്രായേൽ ജനം എല്ലാ ദേശങ്ങളോടും ചേർന്ന്, അവൻ്റെ കൂടെ വന്നിരിക്കുന്ന എല്ലാ ജനതകളോടും ചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അത് പുതിയ ആകാശവും പുതിയ ഭൂമിയുമായിട്ട് രൂപാന്തരപ്പെടുകയാണ്. അതുകൊണ്ടാണ് 65:17 നമ്മൾ വായിക്കുന്നത്, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും തരുന്നു, പഴയത് കടന്നുപോയി, കടൽ അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും നൽകുന്നതിലൂടെ ഈ പുസ്തകത്തിൻ്റെ മനോഹാരിത മനസ്സിലാക്കി തരികയാണ്. എങ്ങനെയാണ് ജൂദാദേശം, ജെറുസലേം ദേശം പഴയതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു ജീവിത അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രവാചകനായ യെശയ്യായിലൂടെ നമുക്ക് കിട്ടുക. ഇനി ഇതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നമുക്കൊന്ന് പോകാം. പലപ്പോഴും ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുന്നത് യെശയ്യാ 3-4 ചരിത്ര പശ്ചാത്തലങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റും. യെശയ്യായുടെ പുസ്തകത്തിന്റെ 7-ാമത്തെ അധ്യായത്തിലാണ് ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ കാണുക. അതിലുപരിയായി 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ മുമ്പ് കണ്ട ചരിത്രത്തെ മുഴുവനെയും അവതരിപ്പിക്കുന്നുണ്ട്. പ്രവാചകനായ യെശയ്യായ്ക്ക് ദൈവമായ കർത്താവ് കൊടുക്കുന്ന അരുളപ്പാടാണ്. ആ അരുളപ്പാടിൽ പറയുന്നത് ഇപ്രകാരമാണ്: അസീറിയക്കാര് ഇസ്രായേൽ നശിപ്പിക്കുന്നതുവരെ, അവിടെ വരെയാണ് ഈ യെശയ്യായുടെ ജോലി തീരുന്നത്. 2 വീണ്ടും പറയുകയാണ്, അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല, അതിലൊരു ശതമാനം അവശേഷിക്കും, അതും അഗ്നിക്കിരയാകും. ആ ശതമാനം ഏതാണ്? ജൂദാദേശമാണ്. ജൂദാദേശം അഗ്നിക്കിരയാകുന്നത് ആ സാഹചര്യം ബാബിലോൺകാർ ജൂദാദേശത്തെ ആക്രമിച്ച് കീഴടക്കുമ്പോഴാണ്. 587 BC നടന്ന സംഭവത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. എന്നാൽ 580 അത് മാത്രമല്ല, പിന്നീട് ആ ജനം വാഗ്ദാന ദേശത്ത് നിന്ന് ബാബിലോണിലേക്ക് പോകുന്നതും അവിടെ ഒരു ജനമായി അവശിഷ്ട ഭാഗമായിട്ട് രൂപപ്പെടുന്നതും തിരികെ വാഗ്ദാന ദേശത്തേക്ക് കടന്നു വരുന്നതുമായ സംഭവങ്ങളെ
രക്ഷാകര രഹസ്യത്തിന്റെ സംഭവങ്ങളെ മുഴുവനെയും ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ യെശയ്യായുടെ പുസ്തകത്തിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുക. അതുകൊണ്ട് ഒരു വലിയ ചരിത്രത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഏകദേശം ഹെസക്കിയായുടെ കാലഘട്ടം മുതൽ 701 BC മുതൽ 537 BC വരെയുള്ള ചരിത്ര സംഭവങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒന്നുകൂടെ പറയാം, 701 BC മുതൽ 537 BC വരെയുള്ള ചരിത്ര സംഭവങ്ങൾ, ഏകദേശം 200 അടുത്ത് ഉള്ള വർഷങ്ങളുടെ ചരിത്രത്തെ മനോഹരമായ ഭാഷയിൽ അവതരിപ്പിക്കുന്ന പുസ്തകമാണ് യെശയ്യായുടെ പുസ്തകം. അതുകൊണ്ട് യെശയ്യായുടെ പുസ്തകത്തിന് അത്രമാത്രം പ്രാധാന്യം നമുക്കുണ്ട്. ഈ പ്രവാചകന്റെ പുസ്തകമാണ് പലപ്പോഴും നമ്മളുടെ പ്രാർത്ഥനകൾക്കും അതുപോലെ തന്നെ കുർബാന മധ്യേയുള്ള വിശുദ്ധഗ്രന്ഥ വായനകൾക്കൊക്കെ സഹായകമായിരിക്കുന്ന വചനഭാഗം. ഇനി നമുക്ക് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ കണ്ടു. ഇനി ഇതിന്റെ ദൈവശാസ്ത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഇതിനെ എങ്ങനെയാണ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒന്നാമതായി യെശയ്യായുടെ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായം നമുക്കറിയാം, സൂപ്പർസ്ക്രിപ്ഷൻ നമ്മൾക്ക് കാണുന്നുണ്ട്. എന്താണ് സൂപ്പർസ്ക്രിപ്ഷൻ? നമുക്കറിയാം, ഇസ്രായേലിന്റെ യെശയ്യാ പ്രവാചകന്റെ പ്രത്യേകതകളെ കുറിച്ചും അദ്ദേഹം ആരുടെ കാലത്താണ് പ്രവർത്തിച്ചതെന്നും ഈ പറയുന്ന വിവരണങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് കടന്നു വന്നതെന്നും ഒക്കെയുള്ള സംഭവങ്ങളാണ് ഈ സൂപ്പർസ്ക്രിപ്ഷനിൽ പറയുന്നത്. ആമോസിന്റെ പുത്രനായ യെശയ്യായ്ക്ക് യൂദ രാജാക്കന്മാരായ ഉസിയ, ജോഥാം, ആഹാസ്, ഹെസക്കിയ എന്നിവരുടെ കാലത്ത് ജൂദായും ജെറുസലേമിനെയും കുറിച്ചുണ്ടായ ദർശനം. ഇവിടെ ജൂദായെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, അവിടുത്തെ രാജാക്കന്മാരെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ ആ രാജാക്കന്മാർ ആരംഭിക്കുന്ന ഇവിടുന്നാണ്, ഉസിയ, ജോഥാം, ആഹാസ്, ഹെസക്കിയ. എന്നാൽ ഇസ്രായേലിന്റെ രാജാക്കന്മാരെ കുറിച്ചോ അവരുടെ പ്രത്യേകതകളെ കുറിച്ചോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. എന്നാൽ നമുക്കറിയാം, ഹോസിയയുടെ പുസ്തകത്തിലും ആമോസിന്റെ പുസ്തകത്തിലും ജെറോബോവാം സെക്കൻഡ് എന്ന് പറയുന്ന രാജാവിനെ അവതരിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ രാജാവ് ആരായിരുന്നുവെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇവിടെ കാണുന്ന ഒന്നാമത്തെ കാര്യം, ഈ ഇസ്രായേലിൽ വന്നിരിക്കുന്ന ഇപ്പൊ ഉസിയ, ജോഥാം, ആഹാസ് തുടങ്ങിയ രാജാക്കന്മാരെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ തന്നെ ഇസ്രായേൽ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നതിനെ കുറിച്ചുള്ള സൂചനകൾ നമുക്കുണ്ട്. അതായത് നമുക്കറിയാമല്ലോ, ഉസിയായുടെയും ജോഥാമിന്റെയും ആഹാസിന്റെയും കാലഘട്ടത്തിലാണ് അവർ ജൂദാദേശത്തിന്റെ രാജാക്കന്മാരായിരിക്കുന്ന സമയത്താണ് ഇപ്പുറത്തെ ഇസ്രായേലിന്റെ രാജാക്കന്മാർ കടന്നു വരികയും യേഹൂവിന് ശേഷം ജെറോബോവാം സെക്കൻഡ്, സക്കറിയ, ഷല്ലൂം, മനാഹേം, പെക്കിയ, പെക്ക, ഹോഷയ എന്നീ രാജാക്കന്മാർ ഇസ്രായേലിൽ ഭരിക്കുന്ന കാലത്ത് ഇവിടെ നോക്കിക്കേ എന്ത് സംഭവിച്ചു? അസീറിയൻ വിപ്ലവം ഉണ്ടായി. ആ അസീറിയൻ വിപ്ലവത്തെ, സീറോ എഫ്രമൈറ്റ് ക്രൈസിസിനെ 1-ാമത്തെ അധ്യായത്തില് 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല, മറിച്ച് ചരിത്രത്തിന് കാരണമായിട്ടുള്ള സംഭവങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളിൽ. പ്രത്യേകിച്ച് പറയുകയാണ്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, കാളതന്റെ ഉടയവനെയും കഴുതന്റെ യജമാന്റെ തൊഴുത്തുമറിയുന്നവന്റെ ജനം എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് വിലാപത്തോടുകൂടി ഇസ്രായേൽ ജനത്തിന്റെ പോരായ്മകളെ, ബലഹീനതകളെ അവതരിപ്പിക്കുന്നതിലൂടെ ഈ ബലഹീനതകളാണ് ഏകദൈവത്തോടുള്ള വിധേയത്വമില്ലാതെയും അതുപോലെ തന്നെ അന്യന്റെ വസ്തുക്കൾ കൊള്ളയടിക്കുകയും സോഷ്യൽ ഇൻജസ്റ്റിസ് ഇസ്രായേലിൽ നടപ്പാക്കുകയും ചെയ്ത കാലഘട്ടം നമ്മൾ അനുസ്മരിച്ചു. ആ കാലഘട്ടത്തെയുമാണ് യഥാർത്ഥത്തില് ഈ ഇസ്രായേലിന്റെ പതനത്തിന് കാരണമെന്ന് ഈ പ്രവാചകൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് 1-ാമത്തെ ഭാഗത്ത്. അതാണ് 1-ാമത്തെ ഭാഗത്തിന്റെ പ്രത്യേകതയായിട്ട് നിൽക്കുക. ഓരോ ഭാഗം പറയുമ്പോഴും ഓരോ തിന്മകളെ കുറിച്ച് പറയുമ്പോഴും പ്രവാചകൻ നടത്തുന്ന മറ്റൊരു പ്രഭാഷണമുണ്ട്. നിനക്ക് രക്ഷയുണ്ടാകും, ജൂദായ്ക്ക് രക്ഷയുണ്ടാകും, ഇസ്രായേലിന് രക്ഷയുണ്ടാകും എന്നുള്ള പ്രഭാഷണവും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇവിടെ പല പ്രാവശ്യം നമ്മൾ കാണുന്നത് ജൂദായ്ക്കും ഇസ്രായേലിനും രക്ഷ നൽകുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുക. അപ്പോൾ മനുഷ്യന്റെ പാപം അത്രമാത്രം ശക്തമാണ്.
ആ പാപത്തെക്കുറിച്ച് പറയുന്നത് നിന്റെ ഹൃദയമാണ് നിന്റെ കീറേണ്ടത്, വസ്ത്രമല്ല കീറേണ്ടത്. നിന്റെ അമാവാസ്യയും പൗർണമിയും എനിക്ക് വേണ്ട, നീ അർപ്പിക്കുന്ന ബലികളൊന്നും എനിക്ക് വേണ്ട, നിന്റെ പ്രാർത്ഥനകൾ ഞാൻ കേൾക്കുകയില്ല, ഞാൻ ഉത്തരം നൽകുകയില്ല. നീ കീറേണ്ടത് നിന്റെ വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ് കീറേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാനസാന്തരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വിളിയാണ് ഏകദേശം ഈ 5 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്ന ഇതിവൃത്തം എന്ന് പറയുക. ഓരോ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ രക്ഷ അതിവിദൂരമല്ല, മറിച്ച് ഇസ്രായേൽ രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ജൂദാദേശത്തേക്ക് അഭയം പ്രാപിക്കണം. ആ കാലഘട്ടത്തിൽ പ്രത്യേകമായി ഏകദൈവ വിശ്വാസം വളർത്തിക്കൊണ്ടുപോരുന്ന ഒരു സമൂഹമായിരുന്നു ജൂദാദേശം എന്ന് പറയുക. ജൂദാദേശത്തിൽ ജെറുസലേം ദേവാലയത്തോടുള്ള ബന്ധവും അതുപോലെ തന്നെ ജൂദാദേശത്തിന്റെ രാജാവായ ദാവീദിനോടുള്ള ബന്ധവുമാണ് ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന സമൂഹത്തെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിനാൽ ഈ ഇസ്രായേൽ വഴിപിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവർ തിരിച്ചു വന്ന് വാഗ്ദാന ദേശത്തേക്ക് വന്ന് ഏകദൈവമായ കർത്താവിനെ ആരാധിക്കുകയും ജൂദാദേശത്തോട് കൂറു പുലർത്തുകയും ചെയ്യണമെന്ന് ഈ 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ 2-ാമത്തെ അധ്യായം കടന്നു വന്നിരിക്കുക. അത് വളരെ ടിപ്പിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജെറുസലേം എന്ന് പറയുന്ന മലയിലേക്ക് എല്ലാവരും ഒഴുകുകയാണ് ചെയ്യുന്നത്. ഒരു നദി പോലെ ജെറുസലേമിലേക്ക് മലയിലേക്ക് ഒഴുകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജനതകളും ദേശങ്ങളും ഒക്കെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സാഹചര്യമാണ് അവിടെ കടന്നു വരുന്നത്. ഇതാണ് 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളുടെ പ്രതിപാദ്യ വിഷയമായിട്ട് നിൽക്കുന്നത്. 6-ാമത്തെ അധ്യായം മുതൽ അടുത്ത ഒരു സെക്ഷൻ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഒരു 6-ാമത്തെ അധ്യായത്തില് നമ്മൾ കാണുന്ന ഏശയ്യാ പ്രവാചകന്റെ ദർശനവും അദ്ദേഹത്തിന്റെ വിളിയുമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം 7-ാമത്തെ അധ്യായം മുതൽ ഒരു പുതിയൊരു ചരിത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് ടിപ്പിക്കലായിട്ടുള്ള ഒരു ചരിത്രമാണ്. മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ച അതേ ചരിത്രം വീണ്ടും ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. കാരണം മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചില്ലേ, ഹെസക്കിയ രാജാവ് ജൂദാദേശത്തിന്റെ രാജാവായിരിക്കുമ്പോൾ, സെന്നാകെരീബ് അസീറിയക്കാരുടെ രാജാവായിരിക്കുമ്പോൾ വലിയൊരു യുദ്ധത്തിന്റെ ഭീഷണി മുഴക്കുകയാണ് അസീറിയൻ രാജാവായ സെന്നാകെരീബ്. ഇതിനെക്കുറിച്ചുള്ള ചരിത്രപരമായിട്ടുള്ള ഭാഗമാണ് ഏശയ്യായുടെ പുസ്തകം 36, 37, 38 അധ്യായങ്ങളിൽ മനോഹരമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. അക്കാലഘട്ടത്തിൽ ഏശയ്യാ പ്രവാചകനായിരുന്നു ഈ ഹെസക്കിയ രാജാവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കോർട്ട് പ്രോഫറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കോർട്ടില്, അദ്ദേഹത്തിന്റെ അരമനയിൽ ഉണ്ടായിരുന്ന ഒരു പ്രവാചകനാണ് യഥാർത്ഥത്തിൽ ഈ ഏശയ്യാ പ്രവാചകൻ. അപ്പൊ ഏശയ്യാ പ്രവാചകൻ ഉപദേശം നൽകുന്നതുമൊക്കെ 36, 37, 38 അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 18, 19, 20 അധ്യായങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള ചരിത്രപരമായിട്ടുള്ള രേഖകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ചരിത്രത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് 7-ാമത്തെ അധ്യായത്തില്. എന്താണ് ആ ചരിത്രത്തെ അവതരിപ്പിക്കുന്നതിലൂടെ കിട്ടുന്നത്? ഒരു വലിയ പ്രവചനത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എന്താണ് പ്രവചനം? ഇമ്മാനുവേൽ പ്രവചനമാണ്. കാരണം ഇമ്മാനുവേൽ എന്ന വാക്ക് നമുക്കൊക്കെ അറിയാം, ദൈവം നമ്മോടുകൂടെ. ആ ഒരു പ്രവചനത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിലൂടെ ഏശയ്യാ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് അത് സാക്ഷാത്കരിക്കുകയാണ്. ഏഷ്യാഹു എന്ന വാക്കാണ് ഏശയ്യാ എന്ന വാക്കിന്റെ ഹീബ്രു മൂലം എന്ന് പറയുന്നത്. ഏഷ്യാഹു എന്ന വാക്ക് കടന്നു വന്നിരിക്കുന്നത് യശായ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. എന്താണ് യശായ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? അതിന്റെ അർത്ഥമാകട്ടെ രക്ഷകൻ എന്നാണ്. കർത്താവ് രക്ഷകനായിട്ട് വരുന്നു. ഒരു ദൈവമായ കർത്താവ് നിനക്ക് രക്ഷയായിട്ട് വരുന്നു. കൂടെയുള്ളവനായി കർത്താവ് കടന്നു വരുന്നു. ഈ ഒരു ചിന്തയാണ് ഇമ്മാനുവേൽ പ്രവചനത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് പ്രവാചകനായ ഏശയ്യാ കൊണ്ടുവന്നിരിക്കുന്നത്. പലപ്പോഴും പലരും പറയാറുണ്ട് ഇമ്മാനുവേൽ പ്രവചനം എന്ന് പറയുന്നത് 7-ാം അധ്യായം 14-ാമത്തെ വാക്യവുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഈ പ്രവാചകന്റെ പുസ്തകത്തിൽ മുഴുവനും തന്നെ, ഈ ഏശയ്യാ എന്ന് പറയുന്ന പ്രവാചകന്റെ പുസ്തകത്തിൽ മുഴുവനും തന്നെ
ഈ എമ്മാനുവേൽ എന്ന് പറയുന്ന പ്രവചനത്തിന്റെ അതിന്റെ ദൈവശാസ്ത്രം അത് വളരെ മനോഹരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇസ്രായേലിന്റെ ദൈവം കൂടെയുള്ള ദൈവമായി അവർക്കൊക്കെ അനുഭവപ്പെട്ടത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ അധ്യായങ്ങളിൽ മുഴുവനും. അതുകൊണ്ട് ഇത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പ്രവാചകൻ ചില പ്രൊഫറ്റിക് സിംബോളിക് ആക്ടുകൾ കാണിക്കുന്നുണ്ട്. എന്താണ് പ്രവാചകൻ നടത്തുന്ന പ്രൊഫറ്റിക് സിംബോളിക് ആക്ടുകൾ? കാരണം ഒരു പ്രവാചകൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രവാചകൻ പല കാര്യങ്ങളും പറയുന്നില്ല, മറിച്ച് ചില പ്രവർത്തികളിലൂടെ കാണിക്കുകയാണ്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം നമ്മൾ പഠിച്ചപ്പോൾ ഒരു പ്രൊഫറ്റിക് സിംബോളിക് ആക്ട് ഉണ്ടായിരുന്നു. അത് ഹോശേയയുടെ ദൈവമായ കർത്താവ് പറയാൻ, നീ പോയി ഒരു വേശ്യയായ ഗോമറിനെ കല്യാണം കഴിക്കുക. അതേ രീതിയിൽ തന്നെയുള്ള ഒരു പ്രൊഫറ്റിക് സിംബോളിക് ആക്ട് ആണ് ഈ 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. എന്താണ് പറയുന്നത്? അത് ചരിത്രം മുഴുവൻ കൊടുത്തതിന് ശേഷം, അതായത് സീറോ എഫ്രമൈറ്റ് ക്രൈസിസിന്റെ ചരിത്രം കൊടുക്കുകയാണ്. എന്താണ് ചരിത്രം കൊടുക്കുന്നത്? ജൂദാ രാജാവായ ഉസിയായുടെ പുത്രനായ യോദ്ധാമിന്റെ പുത്രൻ ആഹാസിന്റെ കാലത്ത്, ഇപ്പൊ ജൂദാദേശത്ത് ആഹാസ് നിൽക്കുന്നു, സിറിയ രാജാവായ റസീൻ നിൽക്കുന്നു, ഇസ്രായേൽ രാജാവായ പെക്കിയ നിൽക്കുന്നു. ആ പെക്കായുടെ കാലഘട്ടത്തിൽ പെക്കായും റസീനും തമ്മിൽ ഒരു കോഅലീഷൻ ഉണ്ടാകുന്നു. അവർ രണ്ടും കൂടി സിറിയായും എഫ്രൈം അല്ലെങ്കിൽ സിറിയായും ഇസ്രായേലും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ജൂദാദേശത്തെ ആക്രമിക്കാൻ കടന്നു വരുമ്പോഴാണ് ജൂദാദേശത്തിന്റെ രാജാവായ ആഹാസ് അസീറിയക്കാരെ സ്വാധീനിക്കുന്നതും അതുവഴിയായി അസീറിയൻ വിഗ്രഹങ്ങള് ദേവാലയത്തിൽ കൊണ്ടുവയ്ക്കുന്നതും അതിന് സമ്മാനമായി അസീറിയക്കാർ ജൂദായെയും സിറിയായെയും ആക്രമിക്കുന്ന രംഗമാണ് 732 BC-യിലും 734 BC-യിലും 722 BC-യിലും നടക്കുന്ന സംഭവങ്ങൾ. ഇതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇനി ഇവിടെ വരുന്നത് ഇങ്ങനെയുള്ള ആഹാസിന്റെ മുമ്പിലേക്ക്, ഇങ്ങനെ കർത്താവിനോട് മറുതലിക്കാൻ വരുന്ന ആഹാസിന്റെ മുമ്പിലേക്ക്, കർത്താവിന്റെ ഹിതം മനസ്സിലാക്കാൻ സാധിക്കാത്ത ആഹാസിന്റെ മുമ്പിലേക്ക് പ്രവാചകനായ യേശയ്യ കടന്നു വരുന്ന രംഗമാണ് ഈ എമ്മാനുവേൽ പ്രവചനത്തിന്റെ ആരംഭം എന്ന് പറയുക. അവിടെ കൊടുത്തിരിക്കുന്ന വചനഭാഗം എന്താണ്? കർത്താവ് യേശയ്യയോട് പറഞ്ഞു, നീ പുത്രനായ ഷെയാർ-യശൂബുമൊത്ത് ചെന്ന് അലക്കുകാരന്റെ വയലിലുള്ള രാജവീതിയിലൂടെ അരികെയുള്ള മേൽക്കളത്തിലെ നീർച്ചാലിന്റെ അറ്റത്ത് വെച്ച് ആഹാസിനെ കണ്ട് ഇപ്രകാരം പറയുക. നോക്കിക്കേ, എന്താണ് അതിന്റെ അർത്ഥം? ആഹാസിനോട് മറുതലിച്ചു നിൽക്കുന്ന ആഹാസിനോട് പ്രവാചകൻ പറയുകയാണ്, കർത്താവ് പറയുകയാണ്, പ്രവാചകനോട് പറയുന്നു, നീ പോയി നിന്റെ പുത്രനായ ഷെയാർ-യശൂബുമൊത്ത്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? റംനന്റ് വിൽ റിട്ടേൺ, അതായത് അവശിഷ്ട ഭാഗം തിരികെ വരും. ഇത് പറയുന്നതിലൂടെ, ഈ ഒരു വാക്ക് പറയുന്നതിലൂടെ, യഥാർത്ഥത്തിലുള്ള മകനായിരിക്കണമെന്നില്ല, ഈ ഒരു വാക്ക് പറയുകയാണ് ഷെയാർ-യശൂബുമൊത്ത്. ഇത് പറയുമ്പോൾ ഹീബ്രു മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇതറിയാം, ഹീബ്രു മനസ്സിലാക്കുന്ന വചനഭാഗം വായിക്കുന്ന ആളുകൾക്ക് ഇതറിയാം. നമുക്കാണ് ഇത് അറിയാൻ വരാത്തത്. കാരണം ഷെയാർ-യശൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റംനന്റ്, അല്ലെങ്കിൽ ഒരു അവശിഷ്ട ഭാഗം തിരിച്ചു വരും. ആരെക്കുറിച്ചാണ് പറയുന്നത്? ജൂദായെ കുറിച്ചാണ് പറയുന്നത്. ആഹാസ് ജൂദായുടെ രാജാവാണ്. ആ രാജാവിനോട് പറയുന്ന രാജാവ് തന്റെ രാജ്യം അസീറിയക്കാർക്ക് അടിയറവ് വെക്കാൻ പോവുകയാണ്. പൊളിറ്റിക്കലായിട്ടും അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടും അടിയറവ് വെക്കാൻ പോകുന്ന കാലഘട്ടത്തിൽ പറയുകയാണ്, അവൻ ഒരു ആക്ഷൻ കാണിക്കുകയാണ്. ഇതാ ഷെയാർ-യശൂബ് എന്ന് പറയുന്ന ഈ ഒരു മകനുമൊത്ത്, അതായത് തിരിച്ചു വരുന്ന അവശിഷ്ട ഭാഗത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൊടുക്കുകയാണ്. എന്ത് സംഭവിച്ചാലും ഇസ്രായേൽ ജൂദാ തിരിച്ചു വരും, ജൂദായ്ക്ക് ഒന്നും സംഭവിക്കുകയില്ല. ജൂദായെ ശക്തിപ്പെടുത്തുന്ന കർത്താവിനെയാണ് അവിടെ കാണുക. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഈ എമ്മാനുവേൽ പ്രവചനത്തിന്റെ ആരംഭമെന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എന്താണ് പറയാൻ പോകുന്നത്? പറയുന്നത് ഇപ്രകാരമാണ്. 7:14 വായിക്കുന്നു, അതിനാൽ കർത്താവ് തന്നെ നിനക്കൊരു അടയാളം തരും. ഒരു സ്ത്രീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും.
തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. നന്മതിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുമ്പ് നിങ്ങൾ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും. ആരെക്കുറിച്ചാണ് പറയുന്നത്? പെട്ടെന്ന് നമ്മൾ പറയും ഈശോയെ കുറിച്ചാണ്. ഇമ്മാനുവേൽ എന്ന വാക്ക് കടന്നു വന്നിരിക്കുന്ന ഈശോയെ കുറിച്ചാണ്, ഈശോയെ കുറിച്ചല്ല. അത് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈശോയെ കുറിച്ചാണ്. ഇപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കുന്നത് ആഹാസിനോട് പറയുകയാണ്, നിന്റെ അന്തഃപുരത്തിലുള്ള ഒരു സ്ത്രീയിൽ നിന്ന് ആരുണ്ടാകും? ഒരു പുത്രനുണ്ടാകും. ആ പുത്രൻ ആരാണ്? ഹെസക്കിയ എന്ന് പറയുന്ന പുത്രൻ. അപ്പൊ ഹെസക്കിയ എന്ന് പറയുന്ന പുത്രനെ കുറിച്ചുള്ള അരുളപ്പാടാണ് യഥാർത്ഥത്തിൽ ഈ ഇമ്മാനുവേൽ പ്രവചനത്തിലൂടെ കിട്ടുന്നത്. ഹെസക്കിയ എന്ന് പറയുന്ന പുത്രനെ കുറിച്ചുള്ള അരുളപ്പാട്. അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ കണ്ടു. അവൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ബാൽദേവനെയും അക്ഷരാദേവതകളെയും ഒക്കെ നശിപ്പിച്ച് മലിനപ്പെട്ട യെരൂശലേം ദേവാലയം പുനരുദ്ധരിച്ച് കർത്താവിന് സമർപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ 18, 19, 20 അധ്യായങ്ങളിൽ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിന്റെ 18, 19, 20 അധ്യായങ്ങളിൽ നമ്മൾ കണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു ഹെസക്കിയ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. ഹെസക്കിയയുടെ കാലത്ത് എന്തൊക്കെ സംഭവിച്ചു? അവിടുന്ന് അസീറിയക്കാരുടെ പതനം, അസീറിയക്കാര് നശിപ്പിക്കപ്പെടുന്ന രംഗങ്ങള് ജോസിയയുടെ കാലഘട്ടത്തിൽ, ഹെസക്കിയായ്ക്ക് ശേഷം കടന്നു വരുന്ന ജോസിയയുടെ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇമ്മാനുവേൽ പ്രവചനം എന്ന് പറയുന്നത് പഴയ നിയമ പശ്ചാത്തലത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആഹാസിന്റെ പുത്രനായ ഹെസക്കിയായെയും അദ്ദേഹത്തിന്റെ പുത്രനായ പിന്നീട് കടന്നു വന്നിരിക്കുന്ന ഈ ജോസിയായെയും ഒക്കെ അനുസ്മരിപ്പിക്കുന്ന ഭാഗങ്ങളാണെങ്കിൽ, ഇത് പുതിയ നിയമം കടന്നു വരുമ്പോൾ ആദിമസഭ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആരെക്കുറിച്ചാണ്? ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥമുള്ള ഈശോ എന്ന് പറയുന്ന വ്യക്തിയിലാണ് അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈശോ എന്ന് പറയുന്ന വ്യക്തിയില് പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഹെസക്കിയായിലൂടെയും ജോസിയായിലൂടെയും ജോസിയായും ചെയ്ത ദേവാലയത്തോടും ദൈവജനത്തോടും ചെയ്ത വിശുദ്ധിയുടെ പ്രത്യേകതകളെല്ലാം തന്നെ കൃത്യമായിട്ട് ഈശോയാകുന്ന വ്യക്തിയിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ള കാഴ്ചപ്പാടാണ് ആദിമസഭ പുലർത്തിയിരുന്നത്. അതുകൊണ്ടാണ് ഇത് ഈശോയെക്കുറിച്ചുള്ള പ്രവചനമായി ആദിമസഭ ഏറ്റെടുക്കുന്നത്. ഇങ്ങനെയാണ് പ്രവചനങ്ങൾ ഓരോന്നും തന്നെ ഈശോയെക്കുറിച്ചുള്ള പ്രവചനങ്ങളായിട്ട് രൂപാന്തരപ്പെട്ടത്. എന്നാൽ മറ്റൊരു രസകരമായ സംഭവം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വായിച്ച് കേട്ടതിൽ സ്ത്രീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ പുസ്തകത്തെ, ഹെബ്രായ പുസ്തകം സപ്തജിന്ത അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്തപ്പോൾ, അതായത് ഏകദേശം 2 BC മുതൽ 1 BC വരെയുള്ള കാലഘട്ടത്തിൽ, ഒരു 2 വർഷത്തെ BCയുടെ അവസാനത്തെ നൂറ്റാണ്ടുകളുടെ കാലഘട്ടത്തിലാണ് ഈ പുസ്തകം, ഹെബ്രായ പുസ്തകം, ഗ്രീക്കിലേക്ക് അലക്സാൻഡ്രിയയിൽ വെച്ച് തർജ്ജിമ ചെയ്യപ്പെടുകയും സപ്തജിന്ത് എന്ന പേരിൽ അതറിയപ്പെടാൻ ഇടയാവുകയും ചെയ്തത്. ആ ഒരവസരത്തിൽ ഈ പുസ്തകം, ഈ ഒരു വചനഭാഗത്തെ എങ്ങനെയോ അവർ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഒരു കന്യക എന്നതാക്കി. അങ്ങനെയാണ് പിന്നീട് ഈ കന്യകാ ജനനത്തെ കുറിച്ചുള്ള ചിന്തകള് പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ പരിശുദ്ധ കന്യകയാവുന്ന കന്യകയിൽ നിന്ന് ജനിക്കുന്നവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്നുള്ള ആ ഒരു ചിന്താധാരയിലേക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കാൻ ഇടയായത്. ഇതാണ് യഥാർത്ഥത്തില് ഈ പ്രവചനത്തിന്റെ അല്ലെങ്കിൽ ഇമ്മാനുവേൽ പ്രവചനത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. ഹെസക്കിയായും ജോസിയായും പെട്ടെന്ന് ഈ ആഹാസിന്റെ മക്കളുടെ ഗണത്തിൽ ഇവരുടെ പ്രവർത്തനത്തെ അപഗ്രഥിക്കുന്നതോടൊപ്പം തന്നെ പുതിയ നിയമത്തിലെ കടന്നു വരുന്ന ഈശോയെ കുറിച്ചുള്ള സൂചനകൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് കാണുന്നത്. രണ്ടാമത്തെ ഒരു പുത്രന്റെ പേരാണ്, അതായത് ആദ്യത്തെ പുത്രൻ നമ്മൾ കണ്ടു, ഏശയ്യായുടെ പ്രൊഫറ്റിക് സിംബോളിക് ആക്ടിലൂടെ കടന്നു വന്ന ഒരു പുത്രനെ കണ്ടു, ഷെയാർ യഷൂബ്. രണ്ടാമത്തെ പുത്രന്റെ പേരാണ് മഹാർ ഷെലാൽ ഹഷ്ബാസ്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാർ ഷലാൽ ഹഷ്ബാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസീറിയൻ രാജാക്കന്മാർക്കെതിരെ ദൈവമായ കർത്താവ് അതിശക്തമായിട്ട് ഇടപെടാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം സൂചനകളാണ്. ചില വാക്കുകളിലൂടെ, ചില പ്രതീകങ്ങളിലൂടെ പ്രവാചകൻ ചില സൂചനകൾ നൽകുകയാണ്. അസീറിയക്കാരുടെ പതനത്തെക്കുറിച്ച് ഒരു സൂചനകൾ നൽകുകയാണ്. എന്നാൽ കേട്ടോളൂ, ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ശിശു അപ്പ അമ്മ എന്നൊക്കെ വിളിക്കാൻ പ്രായമാകുന്നതിന് മുമ്പ് ദമാസ്കസിന്റെ ധനവും സമരിയയുടെ കൊള്ളസ്വത്തും അസീറിയ രാജാവ് കൊണ്ടുപോകും. നോക്കിക്കേ, ഒരു ശിശു വളർന്നിരിക്കുന്നു. ഹെസക്കിയ എന്ന് പറയുന്ന ശിശു വന്നിരിക്കുന്നു. അവൻ ഇത് തുടങ്ങുമ്പോഴേക്ക് മുമ്പായിട്ട് അസീറിയക്കാര് നശിപ്പിക്കപ്പെടും. അസീറിയ രാജാവ് കൊണ്ടുപോകും. അസീറിയ രാജാവ് കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം അസീറിയക്കാരെ ദൈവമായ കർത്താവ് നാശത്തിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു രണ്ടാമത്തെ പേരിനെ വ്യാഖ്യാനിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് 9, 11 അധ്യായങ്ങളെ കുറിച്ചാണ്. ഈ ഒരു രാജാവ് വന്നു കഴിയുമ്പോൾ, അതായത് ആഹാസിന്റെ പുത്രനായ ഹെസക്കിയായും അതിനകത്തിന് ശേഷം കടന്നു വന്നിരിക്കുന്ന ജോസിയായും ഒക്കെ കടന്നു വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെയാണ് ആ രാജാക്കന്മാരുടെ പ്രത്യേകത, ആ രാജാക്കന്മാരെ കുറിച്ച് പറയുകയാണ് 9-ാമത്തെ അധ്യായത്തിൽ. ആദ്യകാലങ്ങളിൽ സെബുലൂണിന്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടെ നിന്ദനത്തിനിരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാൻ അക്കരയുള്ള ദേശത്തെ ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണമാക്കും. എന്താണ് ജനതകളുടെ ഗലീലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജനതകളുടെ ഗലീലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ജനം അസീറിയയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ, ഗലീലി പ്രദേശമൊക്കെ ഇസ്രായേലിന്റെ ഭാഗമാണ്. അസീറിയയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അസീറിയയിൽ നിന്നുള്ള ആളുകള് ഈ ഗലീലി പ്രദേശത്തും ഈ ഇസ്രായേൽ എന്ന് പറയുന്ന നോർത്തേൺ പ്രദേശത്തുമൊക്കെ താമസിച്ചു. വിജാതിയരുടെ ഗലീലി എന്ന് അങ്ങനെ അറിയപ്പെട്ടു. ഇങ്ങനെ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ഈ ജനം ഒരു വലിയ പ്രകാശം കാണുകയാണ്. കൂരിരുട്ടിന്റെ നിഴലിൽ വസിച്ചിരുന്നവർക്ക് പ്രകാശമുദയം ചെയ്യുകയാണ്. പ്രവാചകൻ ഇസ്രായേലിന്റെ രാജാക്കന്മാരായ ആഹാസിന് ശേഷം കടന്നു വന്ന ഹെസക്കിയായിലൂടെയും ജോസിയായിലൂടെയും അവർ ചെയ്ത കാര്യം, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ, അവിടെ ഉണ്ടായിരുന്ന വിജാതീയ സമൂഹത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തി. അങ്ങനെയുള്ള ഒരു ശ്രമമാണ് ഇവിടെ കാണുക. പലരും ഇസ്രായേലിൽ നിന്ന് അസീറിയയിലേക്ക് ഒളിച്ചോടി പോകുന്ന പലരും ആദ്യം അവര് യഹോവ വിശ്വാസികളായിട്ടുള്ളവര് ജൂദാദേശത്തേക്ക് വിലയം പ്രാപിച്ചു എന്നുള്ളതും വളരെ അർത്ഥവത്തായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമായിട്ടും ഭാവി രാജാവിനെ കുറിച്ചുള്ള ചിത്രം നമ്മൾ മനസ്സിലാക്കുക. ഇതേ കാര്യങ്ങൾ തന്നെയാണ് അന്ധകാരപൂർണമായ സ്ഥലത്തു നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്ന മിശിഹായാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുക. അങ്ങനെയാണ് ഈ പ്രവചനം മിശിഹായുടെ പ്രവചനമായിട്ട് മാറുന്നത്. അതിനുശേഷം കാണുന്നു വന്ന 11-ാമത്തെ അധ്യായത്തിൽ ഈ പുതിയ രാജാക്കന്മാർ കടന്നു വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെയാണ് അവിടെ കടന്നു വരുന്ന പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്നും ഈ പ്രവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സമാധാനത്തിന്റെ ഒരു സ്ഥാപനം നടക്കും, സമാധാനം നടക്കും. അവിടെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. എഫ്രായിമിന്റെ അസൂയ നീങ്ങും, ജൂദായെ പീഡിപ്പിക്കുന്നവർ വിച്ഛേദിക്കുകയും ചെയ്യും. എഫ്രായിം യൂദയോട് അസൂയ പുലർത്തുകയോ യൂദ എഫ്രായിമിനെ അലട്ടുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പുതിയ രാജ്യം വന്നു കഴിയുമ്പോൾ ഇസ്രായേൽ എന്നോ ജൂദ എന്നോ വിഘടിതമായിട്ടുള്ള ഒരു രാജ്യമില്ല, മറിച്ച് ഒരൊറ്റ രാജ്യമായിരിക്കും. അവിടെ എല്ലാവരും ഒരുപോലെ കൂട്ടായ്മയിലും സ്നേഹത്തിലും കടന്നു വരും. അത് സൂചിപ്പിക്കുകയാണ് 11-ാമത്തെ അധ്യായത്തിൽ. അപ്പൊ നോക്കിക്കേ, ഇങ്ങനെ ഓരോ രാജ്യവംശങ്ങളും ഇസ്രായേലിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഇസ്രായേലിന്റെ രാജവംശങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ജൂദായുടെ രാജവംശം നിലനിൽക്കുകയും ആ ജൂദ മെല്ലെ ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തെയും കൂടി സ്വീകരിച്ച് ഒരു സ്നേഹത്തിന്റെ സന്ദേശമായിട്ട് കടന്നു വരും. അങ്ങനെയാണ് ദൈവം നമ്മോടുകൂടെ എന്നുള്ള ആ വലിയ കൺസെപ്റ്റ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കടന്നു വരുന്ന പല ഭാഗങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഭാഗമാണ് അസീറിയക്കുള്ള മുന്നറിയിപ്പിനെ കുറിച്ച് പ്രവാചകനായ യേശയ്യാ 10-ാമത്തെ അധ്യായത്തിൽ പറയുക. കാരണം അസീറിയക്കാരെ നിങ്ങൾ ഭയപ്പെടേണ്ട,
അസീറിയ ഒന്നും നിങ്ങളെ ചെയ്യുകയില്ല. ജൂദാദേശത്തിന് ശക്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ജൂദാദേശത്തെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവാചകനെയാണ് മിക്ക പ്രവാചകനിലൂടെയും ഏശയ്യാ പ്രവാചകനിലൂടെയും നമ്മൾ കാണുക. അപ്പൊ ജൂദാദേശത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി അസീറിയ എന്ന് പറയുന്ന ദേശത്തെ നിർമാർജനം ചെയ്യുകയും നിഷ്കാസനം ചെയ്യുകയും ചെയ്യുമെന്നും, അതുപോലെ തന്നെ അസീറിയയ്ക്ക് ഇനി ഒരിക്കലും ഉയരാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജൂദാദേശത്തിന്റെ ശക്തിയും പ്രാധാന്യവും എടുത്തു കാണിക്കുന്ന വചനഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഏശയ്യായുടെ പുസ്തകം 7 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുക. ഇനി 13 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ വളരെ ശ്രേഷ്ഠമായ ഒരു തിരുവചന ഭാഗമാണ്. നമുക്കറിയാം, ആമോസിന്റെ പുസ്തകത്തിൽ 1-ാമത്തെയും 2-ാമത്തെയും അധ്യായങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ കണ്ടത് ഇത് ഓറക്കിൾസ് അഗൈൻസ്റ്റ് നേഷൻസിനെ കുറിച്ചാണ്. രാജ്യങ്ങൾക്കെതിരെ ദൈവത്തിന്റെ ശക്തമായ ക്രോധം കടന്നു വരുന്നു എന്നതിനെ കുറിച്ചാണ്. ഇത് വളരെ സമ്യക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളെ കുറിച്ചുള്ള സൂചനകൾ 13 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ബാബിലോണിനുള്ള നാശത്തെക്കുറിച്ചും അസീറിയയ്ക്ക് കടന്നു വരുന്ന നാശത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈജിപ്തിൽ കടന്നു വരുന്ന നാശത്തെക്കുറിച്ചും എത്യോപ്യ, അതുപോലെ തന്നെ ഏദോം, മൊവാബ്, അമ്മോൻ, അതുപോലെ തന്നെ സിറിയ, ടയർ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ, ഫിലിസ്ത്യയുടെ നാട്, ഇതെല്ലാ പ്രദേശങ്ങൾക്കും എതിരെയും കർത്താവ് തന്റെ അതിശക്തമായിട്ടുള്ള ക്രോധം കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ജനതകളെ എല്ലാം ഉൾച്ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ജനതകളെല്ലാം തന്നെ പ്രധാനമായിട്ടും കാണുന്നത് ഇവയ്ക്ക് കൊടുക്കുന്ന വലിയൊരടി. ഇവരോട് പറയുകയാണ്, ഇവർ വായിക്കുമ്പോൾ നമുക്ക് ആകപ്പാടെ സങ്കടം തോന്നും. കാരണം ഈ വചനഭാഗങ്ങളിലെല്ലാം തന്നെ ബാബിലോണെ നിനക്ക് നാശം, അസീറിയ നിനക്ക് നാശം, ഈജിപ്തെ നിനക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദേശത്തിനും കടന്നു വരാൻ പോകുന്ന കൊടിയ വിപത്തുകളെ കുറിച്ചുള്ള വചനഭാഗങ്ങളാണ് 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കൊടുക്കുക. അതുകൊണ്ട് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആകെ അസ്വസ്ഥത ഉളവാക്കുമെങ്കിലും അസ്വസ്ഥത ഉളവാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അതായത് ഇസ്രായേലിന്റെ ദൈവം എല്ലാവരുടെയും ദൈവമാണ്. ഈജിപ്തിനെയും ബാബിലോണിനെയും അസീറിയയുടെയും എല്ലാത്തിൻ്റെയും ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവം. കാരണം ഇവരാരും തന്നെ വേറെ മക്കളല്ല, ദൈവത്തിന്റെ സ്വന്തം മക്കളാണ്. ഉൽപ്പത്തി പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ ഷേം, ഹാം, യാഫത്ത് എന്നീ പറയുന്ന 3 മക്കളിലൂടെ കടന്നു വന്നിരിക്കുന്ന ഒരു ജനതയാണ് യഥാർത്ഥത്തിൽ ഈ ജനതകളെല്ലാം തന്നെ. ഈ ജനതകൾക്ക് ഏകദൈവത്തിൽ ഇവർക്ക് കൊടുക്കുന്ന ശിക്ഷണം, വീണ്ടും പറയുകയാണ്, ഇവർക്ക് കൊടുക്കുന്ന ശിക്ഷണം ഏകദൈവത്തെ മനസ്സിലാക്കി ബഹുദൈവങ്ങളുടെ പിന്നാലെ പോകാതെ കർത്താവിലുള്ള വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് തിരികെ വാഗ്ദാന ദേശത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ക്ഷണമാണ് യഥാർത്ഥത്തിൽ ഈ ബാബിലോണിനും അസീറിയയ്ക്കും കൊടുക്കുന്ന ശിക്ഷണത്തിലൂടെ നമ്മൾ കാണുക. അതുകൊണ്ട് ആ രീതിയിലാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് കൊടുക്കുന്നത് ശിക്ഷയല്ല, ശിക്ഷണമാണ്. ഇവരെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വേദന എന്ന് പറയുന്നത് ശിക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള വേദനയാണ്. അതുകൊണ്ട് അതെന്താണ് പറയുന്നത്? ഇവർ തിരിച്ച് വാഗ്ദാന ദേശത്തേക്ക് കടന്നു വരണം. അത് വാഗ്ദാന ദേശത്തേക്ക് മാത്രമല്ല, ജൂദാദേശത്തേക്ക് ലയിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് എല്ലാ രാജ്യങ്ങളും എല്ലാ ദേശങ്ങളും ജെറുസലേമിലേക്ക് കടന്നു വരും. അങ്ങനെ ഈ ദേശങ്ങളെല്ലാം വന്നു കഴിയുമ്പോൾ ദൈവമായ കർത്താവിനെ എല്ലാവരും കൂടി ആരാധിക്കുന്ന ഒരു സമയം വരും. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമ്മുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. 19-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കും. ഈജിപ്തിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങള്, അന്ന് കാനാൻ ഭാഷ സംസാരിക്കുന്നതും സൈന്യങ്ങളുടെ കർത്താവിനോട് കൂറ് പ്രഖ്യാപിക്കുന്നതുമായ 5 പട്ടണങ്ങൾ ഈജിപ്തിലുണ്ടായിരിക്കും. ഈജിപ്തിന് ശാപം കൊടുത്തതിന് ശേഷം പറയുകയാണ്, ഈജിപ്തിന് ശിക്ഷണം കൊടുത്തതിന് ശേഷം പറയുകയാണ്, 5 ദേശങ്ങൾ കാനാന്യരുടെ ഭാഷ സംസാരിക്കുകയും ഏകദൈവത്തെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ കടന്നു വരും. അങ്ങനെ ഈജിപ്ത് പോലും
കർത്താവിനോട് ചേർന്ന് ഒട്ടിച്ചേർന്ന് നിന്ന് ഒരു ജനമായിട്ട് രൂപാന്തരപ്പെടുമെന്ന് ഒരു സന്ദേശം യെശയ്യാ പ്രവാചകൻ കൊടുക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രഭാവങ്ങളെല്ലാം വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ കർത്താവുമായിട്ടുള്ള, അതായത് ജൂദാദേശവുമായി ഇസ്രായേലിന്റെ ബന്ധത്തെയാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇനി വരുന്ന ഭാഗങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.